ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞത് ഇക്കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പുറത്തുള്ളവർ പറയുന്നുണ്ട്, പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, നമുക്കത് മനസ്സിലായില്ല. നമ്മൾ അപ്പോഴും വിചാരിച്ചു വലിയ സംഭവമാണല്ലേ നമ്മുടെ നാട്. പിന്നെ ഞാൻ കേരളത്തിലാണ്, ഞാനൊരു മലയാളിയാണ്, മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ എരപ്പാളിയാണ് എന്ന് ഇപ്പോ പുറമേക്കുള്ള എല്ലാവർക്കും അറിയാം ഏതാണ്ട്. ഞാൻ ഇന്നലെ വേറെ ഒരു ന്യൂസ് കണ്ടു. കുറച്ച് തമിഴ് സ്ത്രീകള് അവര് നിന്ന് പറയാണ്, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ, മനുഷ്യനെ കൊന്നു തിന്നുന്ന ആളുകള്. അവരെ എങ്ങാനും നമ്മുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ശരിയാക്കി തരാന്ന്. അതുപോലെ സ്വന്തം ഭാര്യയെ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അടിച്ചൊതുക്കി മൂക്കിക്കൂടെയും വായിക്കൂടെയും ചോര വന്നിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെയാണ് ഈ ചോരയ്ക്ക് ഉത്തരവാദി. ശരി, ഓക്കെ, മനുഷ്യനെ കൊന്നു തിന്നുന്നവർ. പിന്നെ ഒരു പെൺകുട്ടി വീട്ടിനകത്തുണ്ട്, അമ്മ വീടടച്ചിട്ട് പുറത്തിറങ്ങി വെള്ളം കോരിക്കൊണ്ട് നിൽക്കുക. അടുത്ത വീട്ടിൽ ഒരാൾ വന്നിട്ട് പറമ്പളക്കാൻ എന്നുള്ള വ്യാജേന വരുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഒരു മരത്തടി എടുക്കുന്നു, ഇവരുടെ കഴുത്തിലടിക്കുന്നു, കൊല്ലുന്നു. ആ പെൺകുട്ടിയുടെ മുമ്പിൽ കിടന്ന് പെടഞ്ഞ് അമ്മ മരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ. സ്വന്തം മകൻ അച്ഛന്റെ കഴുത്തിൽ ഒരു കുപ്പിച്ചില് മൂർച്ചയാക്കി വെച്ചുകൊണ്ടിരിക്കുക, ഞാനിപ്പം കട്ട് ചെയ്യും, അച്ഛൻ ഇനി ഈ ഭൂമിയിൽ വേണ്ട. പുറത്തു നിൽക്കുന്നത് പോലീസുകാർ നിസ്സഹായരായി. അവസാനം അവന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വെടിയുതിർക്കേണ്ടി വന്നു. ആ അച്ഛൻ ഒരു 100 വട്ടം മരിച്ചിട്ടുണ്ട്. കാരണം ആ അച്ഛന്റെ നിലവിളി ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. മോനെ കൊല്ലല്ലേ മോനെ, അച്ഛനെ ഒന്നും ചെയ്യല്ലേ മോനെ എന്ന് പറഞ്ഞ അച്ഛൻ ആർത്ത് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാ 2 മരുമക്കളും ഭാര്യയും മക്കളും എല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ട് തലയടിച്ച് ആ മനുഷ്യൻ വന്ന് വീണപ്പോ ചുമ്മാ കിടക്കുക എന്ന് പറഞ്ഞിട്ട് തലവഴിയെ കുറച്ച് വെള്ളം കോരി ഒഴിക്കുക. അദ്ദേഹം അതിനോടകം തന്നെ മരിച്ചിരുന്നു. നമ്മുടെ നാട് സുന്ദരമായ നാട് ഇരിക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയായി നമ്മുടെ നാട് മാറുമെന്ന്? നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയും കരുനാഗപ്പള്ളിയും ഒക്കെ സിറിയയും അഫ്ഗാനുമാകുമെന്ന് നമ്മൾ സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇപ്പോൾ ദായിരിക്കുന്നു. ബംഗ്ലാദേശികളെ കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്ന് പരിശീലനം നൽകുന്നു. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണിത്. തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറുന്നു. അതുപോലെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ചാവക്കാട്, കടപ്പുറം, അഞ്ചങ്ങാടി കേന്ദ്രീകരിച്ച് ജാഥ നടത്തുന്നു. എന്തിനെ? അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു മുദ്രാവാക്യം. ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും രാജ്യദ്രോഹത്തിന്റെയും ഒക്കെ തെളിവുകൾ നിരത്തി നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്കു വേണ്ടി സെക്യുലറിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുക. ഇതും നമ്മുടെ നാട്ടിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞത്, നമ്മുടെ നാടിന്റെ പേരും പെരുമയും ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിന്റെ ജനാധിപത്യ സുസ്ഥിരതയെ നശിപ്പിച്ച് അവിടെ ഇന്നത്തെ ഇറാനും നാളത്തെ താലിബാനും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടി പണിപ്പെടുന്ന ആളുകൾ എമ്പാടുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ സംഭവിച്ചത് നോക്കാം. അല്പം സ്പീഡൊന്ന് കൂട്ടിക്കോട്ടെ. ഓക്കെ. കുറിച്ച് ജനപക്ഷ നേതാവും മുൻ MLA-യും ചീഫ് വിപ്പുമൊക്കെയായിരുന്ന PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ ശരിയാണ് എന്ന് കാലം തെളിയിക്കുകയാണ്. മതസൗഹാർദ്ദതയുടെ നാടായിരുന്ന ഈരാറ്റുപേട്ടയിൽ മുസ്ലിം തീവ്രവാദം വേരുറപ്പിച്ചുവെന്നും ഇത് നാടിന് ദോഷം ചെയ്യുമെന്നും PC ജോർജ് 10 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈരാറ്റുപേട്ടയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും സമാധാന കാംക്ഷികളാണെന്നും കേവലം ന്യൂനപക്ഷം പേർ ഭീകരതയിലേക്കും വർഗീയതയിലേക്കും വഴിതെറ്റി പോകുന്നുവെന്നുമൊക്കെയായിരുന്നു PC ജോർജ് പറഞ്ഞത്. പക്ഷെ അന്ന് അദ്ദേഹത്തെ വിമർശിക്കാനും അദ്ദേഹത്തിനെതിരെ വാളെടുക്കാനും നിരവധി പേരുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കെ ഒരു വലിയ സത്യം കൂടിയാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന സംസ്ഥാന വ്യാപക അറസ്റ്റിൽ മുസ്ലിം പിന്നോക്ക മേഖലയായ മലപ്പുറം ജില്ലയേക്കാൾ അറസ്റ്റ് നടന്ന സ്ഥലമാണ് ഈരാറ്റുപേട്ട. പോപ്പുലർ ഫ്രണ്ടുകാരായ 200-ലേറെ പേർക്കെതിരെയാണ് ഈരാറ്റുപേട്ടയിൽ കേസെടുത്തത്. ഇക്കാര്യം മനസ്സിലാക്കിയ ശേഷവും ഈരാറ്റുപേട്ടയിലും വാഗമണിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കാര്യമായ നിരീക്ഷണമോ നടപടികളോ നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈരാറ്റുപേട്ടയിൽ ചങ്കുറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ട് എന്ന് ഇന്ന് കേരളക്കരെ അറിഞ്ഞു തുടങ്ങിയത് തന്നെ PC-യുടെ ശബ്ദത്തിലൂടെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരെ, എനിക്കെതിരെ ഒരുപാട് വധഭീഷണികൾ ഉയർത്തുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, സ്ഥലവും സമയവും പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. എനിക്കങ്ങനെ മരിക്കാൻ ഭയമൊന്നുമില്ല, പക്ഷേ സത്യത്തിനു വേണ്ടി
ജനാധിപത്യത്തിനു വേണ്ടി, പിറന്ന നാടിനു വേണ്ടി പ്രവർത്തിക്കാനും മരിക്കാനും സാഹചര്യം കിട്ടിയാൽ ഒരു രാജ്യസ്നേഹിയും അത് കളയത്തില്ലെന്ന് തന്നെയാണ് PC-യും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരില്ലാത്ത വഴിവിട്ട പോക്ക്. വാഗമണിൽ നിരോധിത തീവ്രവാദ സംഘടനയായ സിമി 15 വർഷം മുൻപ് നടത്തിയ സായുധ ക്യാമ്പിൽ തുടങ്ങുകയായിരുന്നു ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ. ഈ സിമി എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഒരു സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ പിടിച്ചെടുക്കുക, ആദ്യം കേരളത്തെ പിടിച്ചെടുക്കുക, അത് തന്നെയാണ്, അതേ മോഡൽ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും മുന്നോട്ട് വെച്ചത്. കാരണം അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയല്ലേ ഇതിന്റെയും തലപ്പത്തിരിക്കുന്നത്. NDF അതിന്റെയും ലക്ഷ്യം തന്നെയല്ലേ. സിമി നിരോധിക്കപ്പെട്ടപ്പോഴല്ലേ NDF വന്നത്, അത് കഴിഞ്ഞപ്പോഴല്ലേ PDP-യുമായി നാസർ മഹദിന് വരുന്നത്, അത് കഴിഞ്ഞപ്പോഴല്ലേ SDPI-യും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇതെല്ലാം ഒരമ്മ മക്കൾ തന്നെയല്ലേ. ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തന മേഖല ഒന്ന് തന്നെയല്ലേ, ഒരുപോലെയല്ലേ, ലക്ഷ്യം ഒന്ന് തന്നെയല്ലേ. ഒരേ ആളുകൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ലേ വരൂ. സ്വദേശികളായ ഷിദുലി, ഷാദുലി എന്നീ ചെറുപ്പക്കാർ ഉൾപ്പെടെ 35 പേരാണ് വാഗമൺ മലനിരകളിൽ ഒളിവിൽ. ഈ ഷിദുലിയും ഷാദുലിക്കും ഒക്കെ വേണ്ടി അലിയാർ കാസിമിയൊക്കെ നെഞ്ചു പിടഞ്ഞ് കരഞ്ഞ് വീഡിയോ ചെയ്യണത് ഞാൻ കേട്ടിട്ടുണ്ട്. സായുധ പരിശീലനവും ദേശവിരുദ്ധ ക്യാമ്പും നടത്തി വന്നു. നിരോധിത സംഘടനയായ സിമി വാഗമണിലെ കുഹാലമേടിൽ തങ്ങൾപ്പാറയിൽ 2007 ഡിസംബർ 10 മുതൽ 22 വരെ സായുധ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നു. ബോംബ് നിർമ്മാണം, തോക്കുപയോഗം, കാട്ടിലൂടെയുള്ള ബൈക്ക് ഓടിക്കൽ, വടം കെട്ടി മലകളുടെ ഇരുവശത്തേക്കും സഞ്ചാരം എന്നിവയിൽ പരിശീലനം നടത്തിയതായി NIA കണ്ടെത്തിയിരുന്നു. ഇത് വളരെ വ്യക്തമായി നിർണയിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്ത സംഗതിയാണ്. ഈ കേരളക്കരയിൽ തന്നെയാണോ ഈരാറ്റുപേട്ടയുള്ളത്? ഈരാറ്റുപേട്ടയിൽ തന്നെയാണോ ഇത്തരം സായുധ സേന അരങ്ങേറിയത്? അവർ അഴിഞ്ഞാടിയത് ഇവിടെ തന്നെയാണോ? അന്നും ഇന്നും എന്നും ആ ഈരാറ്റുപേട്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടക്കാരനായ PC ജോർജ് ഉറക്കെ പറഞ്ഞു, നിന്റെ ഒന്നും വോട്ട് എനിക്ക് വേണ്ട, രാജ്യദ്രോഹികളുടെ വോട്ട് എനിക്ക് വേണ്ട. പക്ഷേ ഇവർ രാജ്യദ്രോഹികളാണ്, ഇവരെ സൂക്ഷിക്കണം, ഇവർക്ക് കൂച്ചുവിലങ്ങിടണം, മരിക്കാൻ എനിക്ക് ഭയവുമില്ല. അന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞതാ, വർഷങ്ങൾക്ക് മുമ്പ്. ചില തീവ്രവാദ സ്ഫോടനങ്ങളിലെ പ്രതികളും ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. മറ്റ് ക്യാമ്പുകളിൽ നിന്ന് പരിശീലനം ലഭിച്ച 50 പേരെയാണ് ഇവിടെ പങ്കെടുപ്പിച്ചത്. ഇവർക്ക് സുരക്ഷയും ഇതര സഹായവും എത്തിക്കാൻ ഈരാറ്റുപേട്ടയിൽ 50 പേരുടെ സംഘം തമ്പടിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഈ പോലീസ് ഇത് അറിഞ്ഞു, എന്നിട്ട് എന്ത് തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്ത് ആക്ഷനാണ് ഇവർ എടുത്തിരിക്കുന്നത്? ഈ രാജ്യദ്രോഹികളായ സർക്കാരിനിടയിൽ നട്ടെല്ലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇത്തരം വസ്തുതകൾ കേരളത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പല മാധ്യമങ്ങളിലും ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീവ്രവാദികളുടെ ഹബ്ബായി ഈരാറ്റുപേട്ട മാറുന്നുണ്ട്, സൂക്ഷിക്കണം. ഇന്ന ആളുകളാണ് ഈ തീവ്രവാദത്തിന്റെ പിന്നിൽ, സൂക്ഷിക്കണം. എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളാണ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. ഒക്കെ PC അന്ന് പറഞ്ഞതാ. പാനായിക്കുളം സിമി രഹസ്യയോഗ കേസിലെ പ്രതി ഈരാറ്റുപേട്ട സ്വദേശി PA ഷാദുലിനെയാണ് ക്യാമ്പിന്റെ നടത്തിപ്പിനായി നിശ്ചയിച്ചിരുന്നത്. 15 വർഷമായി ഷാദുൽ വിവിധ കേസുകളിലായി ജയിലിൽ കഴിയുന്നത്. ബംഗളൂരു, അഹമ്മദാബാദ്, സൂറത്ത്, വാരണാസി എന്നിവിടങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിലും ഈ പ്രതികളുടെ പങ്ക് കണ്ടെത്തപ്പെട്ടതാണ്. വാഗമണിലെ ക്യാമ്പിലേക്ക് ഈരാറ്റുപേട്ടയിലെ ഹോട്ടലിൽ നിന്നാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം എത്തിച്ചിരുന്നതെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ സിമി തീവ്രവാദികൾ ഈരാറ്റുപേട്ടയിലെ ഏതാനും വീടുകളിൽ എത്തിയതായുമൊക്കെ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിലൊരു ഭീതി സാഹചര്യമാണ് വീണ്ടും അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് കേന്ദ്രം അവിടെ പിടിമുറുക്കാൻ പോകുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രശ്നമേഖലയായിട്ടും ഈരാറ്റുപേട്ടയിൽ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകാത്തതോടുകൂടിയാണ് റിസർവ് സേനയെ അവിടേക്ക് നിയോഗിക്കാനുള്ള നമ്മുടെ കേരള സർക്കാർ എപ്പോഴും ഈ തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു. അവരെ വേട്ടയാടരുത് എന്ന് NIA-യോട് പറയുന്നവർ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നയം സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ കണ്ണൂര്, ഈരാറ്റുപേട്ട, കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ ഇവരുടെ ഹബ്ബുകൾ ഉണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. തിരക്കിട്ട് ആരംഭിച്ചിരിക്കുന്ന വലിയ സുരക്ഷാ പ്രശ്നമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്നത്. നിലവിൽ കോട്ടയത്താണ് റിസർവ് സേനയുള്ളത്. നിലവിലെ പ്രശ്നപരിഹാരത്തിന് അത് മതിയാകില്ല. കേന്ദ്രസേനയെ ഇറക്കിയില്ലെങ്കിൽ ശരിയാകില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഈരാറ്റുപേട്ടയിലും റിസർവ് സേനയെ ഇറക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പൊതുവെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള ജില്ലയാണ് കോട്ടയത്തെ പാലായും അരുവിത്തറയും കാഞ്ഞിരപ്പള്ളിയും എരുമേലിയും. ഒരു പതിറ്റാണ്ടായി ഇതേ പ്രദേശങ്ങളിൽ SDPI-യും PDP-യും പോപ്പുലർ ഫ്രണ്ടും ശക്തമാണ്. ഈരാറ്റുപേട്ട നഗരസഭ ആര് ഭരിക്കണം എന്ന് SDPI തീരുമാനിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തിടെ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ ഭീകര സമ്മേളനം ഈ തീവ്രവാദ സാന്നിധ്യമുള്ള എല്ലാ മേഖലകളിലും, ഗ്രാമപ്രദേശങ്ങളാകട്ടെ, ഇന്റീരിയർ ഏരിയകളാകട്ടെ, എവിടെയായിരുന്നാലും ശരി, അവിടെയൊക്കെ സൈന്യത്തിന്റെ ഒരു നോട്ടമുണ്ടെങ്കിൽ ഒരു പരിധി വരെ
ഈ ഭീകരവാദികളെ ഒന്ന് തളയ്ക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. അതും കേരള സർക്കാർ തന്നെയാണ് നോക്കുന്നതെങ്കിൽ തഥൈവ. വയസ്സുള്ള കുട്ടിയെ തോളിലേറ്റി ഭീതിപ്പെടുത്തുന്ന മുദ്രാവാക്യം വിളിപ്പിച്ചതിലും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നിരവധി പേരുണ്ടായിരുന്നു. ഏതായാലും ഈരാറ്റുപേട്ടക്കാർ കേസിൽ പ്രതികളുമാണ്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവിലങ്ങാട് സെയിന്റ് മേരീസ് പള്ളിയിൽ നടത്തിയ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ ഹാണിളകിയ ഇത്തരക്കാർ പാലാ ബിഷപ്പ് ഹൌസിന് മുന്നിൽ പ്രകടനം നടത്തുകയും പാലാ ബിഷപ്പിനെ കൊല്ലാൻ ആഹ്വാനം. ഹിറ്റ് ലിസ്റ്റിൽ പാലാ ബിഷപ്പുണ്ട്. നമ്മുടെ ഒളിവിൽ പോയി മുങ്ങി നടക്കുന്ന ഭീരുവായ CA റൌഫ് പറഞ്ഞത് കേട്ടില്ലേ? പാലാ ബിഷപ്പിനോട് ഞങ്ങൾ ക്ഷമിക്കണോ? എന്തിന്? അതെ, ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞതിന് ഇവിടെ ഒരുപാട് മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഉണ്ട്. ആർക്കും ഒരു വേദനയും ആ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല, ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല, വിമർശനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ CA റൌഫിനും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും മാത്രം ഒരു എതിർപ്പുണ്ടാകണമെങ്കിൽ ഇവര് തന്നെയല്ലേ അവര് തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ആ സംഘത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും സജീവ സാന്നിധ്യമായിരുന്നു. ഈരാറ്റുപേട്ടയിലെ പ്രമുഖരായ ഏതാനും വ്യാപാരികളാണ് ഇവിടെ വാഹനങ്ങളിൽ 300-ലേറെ പേരെ എത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും കേരളത്തിലും പുറത്തും ഏറ്റവും അധികം സാമ്പത്തിക സഹായം എത്തിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ ഒരു ബ്രാൻഡ് കമ്പനി നടത്തുന്ന ബിസിനസ് പ്രമുഖരുമാണ്. ലാഭവിഹിതത്തിന്റെ നിശ്ചിത ശതമാനം വിധ്വംസക ശക്തികളുടെ പ്രവർത്തനത്തിന് ഇവർ പതിവായി നൽകുകയും ചെയ്യുന്നു. ഈ അടുത്തിടെ പെരുമ്പാവൂരിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ പ്രതിഷേധ പ്രകടനത്തിന് ആളെ എത്തിച്ചതിൽ ഇവർക്ക് പങ്കാളിത്തമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇനിയും ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയാൽ പാലാ ബിഷപ്പ് ഹൌസിലേക്ക് കടന്നു കയറി ബിഷപ്പിനെ ബന്ദിയാക്കാനും ആക്രമിക്കാനും പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. പാലാ ബിഷപ്പ് ഹൌസിന്റെ ഗൂഗിൾ മാപ്പും ഫോട്ടോകളും ഇവിടേക്ക് എത്തി. ഇവര് വിചാരിച്ചത് അന്ന് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ ഇവരെല്ലാവരും സൈലന്റ് ആയിരുന്നു. സഭയടക്കം സർക്കാരടക്കം അവർക്ക് ചുക്കാൻ പിടിച്ചു നിന്നു. അതുപോലെ ആയിരിക്കും ഈ ജോസഫ് മാർ കല്ലറങ്ങാട്ടെന്നും ഇവര് വിചാരിച്ചു. ശരി, ഈ സാഹചര്യം വന്നപ്പോൾ സഭയങ്ങ് ഒരുമിച്ചു നിന്നു, കട്ടയ്ക്ക് നിന്നു. ആദ്യം PC ജോർജ് എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ ഇറങ്ങി മുമ്പിൽ നിന്ന് നയിച്ചു. അപ്പോൾ കേരളക്കരയിലെ മതേതര മലയാളികൾ മുഴുവനും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു. ഇനിയും കൊല്ലണോ? ജോസഫ് കല്ലറങ്ങാട്ട് വീണ്ടും ഒരു ജോസഫ് മാഷായി മാറണോ? വാ, ഇറങ്ങി വാ. അങ്ങനെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടുകൂടി ഇതര രാഷ്ട്രീയ മത സംഘടനകളൊക്കെ PC ജോർജിന് പിന്നിൽ അണിനിരന്നു, ഒറ്റക്കെട്ടായി നിന്നു. അദ്ദേഹം കൊല്ലപ്പെടേണ്ട ആളല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞതൊരു സത്യം മാത്രമാണ്. വർഷങ്ങളായി ഇവിടെ PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പേര് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, കേരളം മതതീവ്രവാദികളുടെ കളിത്തൊട്ടിലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ആർക്കാണ് ഇളകുന്നത് എന്ന് ആലോചിച്ചാൽ മതി. വഴികളും റെയ്ഡിൽ കണ്ടെത്തിയത്. പാലാ ബിഷപ്പിനെതിരെ പോലീസിലും കോടതിയിലും പോപ്പുലർ ഫ്രണ്ട് കേസും കൊടുത്തിരുന്നു. അന്ന് കേസ് കൊടുത്തവരിലെ പ്രമുഖർ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലായവരാണ്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോട്ടയം ജില്ലയിൽ ഏറ്റവും പ്രകോപനപരമായ ജാഥയും പ്രതിഷേധവും നടന്നതും കേരളം കണ്ടതാണ്. ഇവര് വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് സ്ഫോടക വസ്തുക്കളൊക്കെ എറിയുക, കുറച്ച് പെട്രോൾ പമ്പ്, കുറച്ച് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തുക, ആൾബലം കാണിച്ചു കൊടുക്കുക, മാക്സിമം ആളുകൾ റോഡിലിറങ്ങി ജാഥ വിളിക്കുക, ധർണ നടത്തുക, അങ്ങനെ നമ്മുടെ ആൾബലവും നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ വോട്ടിന് വേണ്ടിയെങ്കിലും സർക്കാർ ഒന്ന് നമുക്ക് വേണ്ടി കണ്ണടയ്ക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ NIAക്ക് വോട്ടല്ലല്ലോ ലക്ഷ്യം, രാജ്യമല്ലേ, ഭരണമല്ലേ ലക്ഷ്യം, ജനാധിപത്യമല്ലേ ലക്ഷ്യം, മതേതരത്വം കാത്തു സൂക്ഷിക്കുകയല്ലേ ലക്ഷ്യം, ജനങ്ങളുടെ ക്രമസമാധാന നില സാവധാനത്തിലാക്കുക, സാധാരണ പോലെ ആക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം, അക്രമത്തെ തടയുക എന്നുള്ളതല്ലേ ലക്ഷ്യം. ഈ രാജ്യത്തെ വിൽക്കാൻ ശ്രമിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധരെ തുറങ്കിലടയ്ക്കുക എന്നതല്ലേ NIAയുടെ ലക്ഷ്യം. ഭീകരവാദികളെയും തീവ്രവാദികളെയും അടിവേരോടെ പിഴുതെറിയുക എന്നത് ലക്ഷ്യമാക്കി ഇറങ്ങിയ NIAയെ തളയ്ക്കാൻ ഇവരുടെ ഈ സ്ഫോടക വസ്തുക്കൾ എറിയലും ഹർത്താലും ക്രമസമാധാന നില തകരാറിലാക്കിക്കൊണ്ടുള്ള അക്രമോത്സുകമായ പ്രവർത്തനങ്ങളും ഒന്നും ഫലം കണ്ടില്ല. മുസ്ലിം പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ഹർത്താലിൽ 500ഓളം പേരാണ് ഈരാറ്റുപേട്ടയിൽ തമ്പടിച്ച് വാഹനങ്ങൾ തടയുകയും പോലീസിനെതിരെ ആക്രോശം മുഴക്കുകയും ഒക്കെ ചെയ്തു. ട്രാഫിക് നിയമങ്ങൾ എന്നിട്ട് എന്ത് സംഭവിച്ചു? സത്താറിന്റെ റൌഫിന്റെ ഒക്കെ കുടുംബത്തിന് പോലും കഞ്ഞി കുടിക്കാൻ വകയില്ലാതായ ഒക്കെ NIA ഇപ്പൊ കൊണ്ടുപോകും. അത് അവരുടെയൊക്കെ ആസ്തി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് കോടതി നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതാണ് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഹെൽമെറ്റ് വെക്കാതെയും കോവിഡിൽ മാസ്ക് ധരിക്കാതെയും കാലങ്ങളായി പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ഈരാറ്റുപേട്ടയിലെ പോപ്പുലർ ഫ്രണ്ട് പോലീസിന് വലിയൊരു ഭീഷണി. PCയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആർമാദിച്ച ആളുകൾ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ എത്രമാത്രം വേട്ടയാടപ്പെട്ട 2 പേരാണ്. ഒന്ന് കല്ലറങ്ങാട്ട് പിതാവും, 2 PC ജോർജും. വാഗമൺ ആസ്ഥാനമായി കേന്ദ്ര സംസ്ഥാന സുരക്ഷാ വിഭാഗങ്ങൾ പ്രത്യേകം ക്യാമ്പും നിരീക്ഷണ കേന്ദ്രവും
തുറക്കണമെന്നും ഈരാറ്റുപേട്ട എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ റിസർവ് സേന അവിടെ ഇറക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇതിനു വേണ്ടിയുള്ള പണം വരുന്നത്, ഇവർക്ക് ധാരാളം ഫുഡ് പ്രോഡക്ട്സുകൾ ഉണ്ട്, അതിലൂടെയൊക്കെയുള്ള വരുമാനമുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ മലദ്വാർ ഗോൾഡ്, പിന്നെ ഈ മയക്കുമരുന്ന്, ഇതിൽ നിന്നൊക്കെ നല്ല രൂപത്തിൽ പണം എത്തുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനിവാര്യമാണ്, അത് കണ്ടെത്തിയേ പറ്റൂ. അപ്പൊ ഇവർക്ക് എവിടെയാണോ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് അവിടെ തമ്പടിക്കുക, ആളുകളെ ഭയപ്പെടുത്തുക. അവിടെ തന്നെയായിരുന്നു 9 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത്. അവിടെ തന്നെയാണ് PC ജോർജ് സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ്. PC ജോർജ് പറഞ്ഞ ഒരു കാര്യവും തെറ്റിയിട്ടില്ല. ആന്റി ടെററിസം വിങ് പറഞ്ഞ ഒരു കാര്യവും തെറ്റിയിട്ടില്ല. ഈ കേരളക്കരയോട് അവർ വിളിച്ചു പറഞ്ഞു, ഇവർ ഈ നാടിനെ നശിപ്പിക്കാനുള്ള ശക്തികളാണ്, ഇവർ അണിയറയിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയാണ്, ഇവർ അക്രമം തൊടുത്തുവിടാനുള്ള ഒരു സന്ദർഭം നോക്കിയിരിക്കുകയാണ്. 21-ൽ ഊരിയ വാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം കൊണ്ട് പോലും കേരളക്കര പഠിച്ചില്ല. ഇത്രയുമായിട്ടും പഠിച്ചോ? ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓട്ട വീണ കലത്തിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സെക്യുലറിസ്റ്റുകളെയല്ലേ നമ്മൾ തലങ്ങും വിലങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ബാക്കി നമുക്ക് നേരിൽ കാണാം. തീർച്ചയായിട്ടും NIAക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തായിരുന്നാലും NIA വിന്യസിക്കുമെന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രപതി ഭരണത്തിന്റെ മണവും അടിക്കുന്നുണ്ട്. കേരളത്തിൽ ഭരിക്കാൻ അറിയാത്തവർ അധികാര കസേരകൾ ഒഴിഞ്ഞുകൊടുക്കണം. ചുണയുള്ളവരും ഭരിക്കാൻ അറിയുന്നവരും സമർത്ഥരായ നാടിന് എന്തെങ്കിലും തരത്തിൽ സേവനം ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ വന്നിരിക്കട്ടെ. ഭീകരവാദികളെ ഭയക്കാത്തവർ, തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിക്കുന്നവർ, രാജ്യദ്രോഹികളിൽ നിന്നും ഭരണഘടനയെയും മതേതരത്വത്തെയും ഓരോ ഇന്ത്യൻ പൗരനെയും സംരക്ഷിക്കാൻ കപ്പാസിറ്റിയുള്ള നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്ത ആളുകൾ വരട്ടെ. അവർക്ക് വേണ്ടിയിട്ട് നരബാധിച്ച ആളുകൾ വഴിമാറി കൊടുക്കണം. എന്നാലല്ലേ ഭരിച്ച് മുടിച്ച് തേച്ച് കഴുകി എന്ന ആൾക്കാർക്ക് ബോധ്യപ്പെടൂ. കപ്പാസിറ്റി ഉള്ള ആളുകൾ വരട്ടെ, ആ കസേരയിൽ ഇരിക്കട്ടെ, അവർ ഭരിക്കട്ടെ, തീവ്രവാദികളെ അമർച്ച ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രദേശങ്ങളായിട്ട് NIA പിടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് കേരളം തന്നെ കാശ്മീർ പോലെ സമാധാനം പുനഃസ്ഥാപിച്ച് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതല്ലേ നല്ലത് എന്നും അണിയറയിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു ശുഭദിനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. നന്ദി.